നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. വോട്ടുകൊള്ള ആരോപണത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെ മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക തയ്യാറാക്കിയത് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഉൾപ്പെട്ട സംവിധാനമാണ്. ശരിയായ സമയത്ത് പട്ടിക പരിശോധിച്ച് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാതെ ഇപ്പോൾ പറയുന്നതിൽ കാര്യമില്ലെന്നും കമ്മീഷന്റെ മറുപടി. നാളത്തെ വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരായ രാഷ്ട്രീയ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി നാളെ ബീഹാറിൽ തുടക്കം കുറിക്കാനിരിക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപ്രതീക്ഷിത നീക്കം. നേരത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളോട് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന ഒറ്റവാക്കിൽ പ്രതികരിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മറുപടികളുടെ പടച്ചട്ടയൊരുക്കുകയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കിയത് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഉൾപ്പെട്ട സംവിധാനമാണ്. ശരിയായ സമയത്ത് പട്ടിക പരിശോധിച്ച് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിൽ തെറ്റുകൾ തിരുത്താൻ കഴിയുമായിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരും ഉചിതമായ സമയത്ത് വോട്ടർ പട്ടിക പരിശോധിച്ചില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. നാളെ വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് 24. തൃശൂരിലെ വോട്ടർ പട്ടികയിൽ വീഴ്ചയില്ലെന്ന് ടി.എൻ. പ്രതാപന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. വോട്ടർ പട്ടിക തയ്യാറാക്കിയത് നിയമാനുസൃതമായാണ്. പരാതികളുണ്ടെങ്കിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഹൈക്കോടതിയെ സമീപിക്കുകയാണ് വേണ്ടതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയിൽ പറയുന്നു. തൃശൂരിൽ വോട്ടർ പട്ടിക വിവാദം മുറുകുന്നു. സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ട് എം.പി. ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ ടി.എൻ. പ്രതാപന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ടി.എൻ. പ്രതാപന് നോട്ടീസ് നൽകി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക തിരിമറിയിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ മാർച്ച്. എം.പി. ഓഫീസിലേക്ക് എത്തുന്നതിനു മുൻപ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജനാധിപത്യ കശാപ്പിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി വിജയിച്ച നമ്മുടെ അനുഭവം. കമ്മീഷൻ ഓഫീസ് മാർച്ചിൽ ബി.ജെ.പി. ടൗൺ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന് പോലീസ് മർദ്ദനമേറ്റതിൽ മനുഷ്യാവകാശ കമ്മീഷന് ബി.ജെ.പി. പരാതി നൽകി. വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപി വ്യാജരേഖകൾ വെച്ച് വോട്ട് ചേർത്തെന്ന ടി.എൻ. പ്രതാപന്റെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം. തിങ്കളാഴ്ച വിവരങ്ങൾ കൈമാറാൻ ടി.എൻ. പ്രതാപന് അസിസ്റ്റന്റ് കമ്മീഷണർ നോട്ടീസ് നൽകി. തൃശൂരിൽ തുടരുന്ന സുരേഷ് ഗോപി നാളെ മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 24 തൃശൂർ. കാസർഗോഡ് ജില്ലയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുറ്റിക്കോൽ പഞ്ചായത്തിൽ ഒരു വോട്ടർ ഐഡിയിൽ ഒന്നിലധികം പേർക്കാണ് വോട്ടുകൾ. ഒരേ ഐഡി നമ്പറിൽ ജില്ലയ്ക്ക് അകത്തും പുറത്തും നിരവധി പേരാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയതെന്ന് 24 അന്വേഷണത്തിൽ കണ്ടെത്തി. 24 എക്സ്ക്ലൂസീവ്. ഒരേ വിലാസത്തിൽ നിരവധി വോട്ട്. ഇതായിരുന്നു ഇതുവരെ പുറത്തുവന്ന ക്രമക്കേട്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് പുറത്തുവരുന്നത് ക്രമക്കേടിന്റെ മറ്റൊരു ചിത്രം. ഒരേ വോട്ടർ ഐ ഡിയിൽ ഒന്നിലധികം പേർക്ക് വോട്ട് ചെയ്യാം. ഒരേ ഐ ഡി നമ്പറിൽ ജില്ലയ്ക്കകത്തും പുറത്തും നിരവധി പേർ പട്ടികയിൽ ഇടം നേടിയെന്ന് 24 അന്വേഷണത്തിൽ കണ്ടെത്തി. TT-D0395871 എന്ന ആതിര ആനന്ദിന്റെ ഐ ഡി നമ്പറിൽ 3 പേർക്കാണ് വോട്ടുള്ളത്. വിജയാലയം കോൺവെന്റിലെ സിസ്റ്റർ സരിതയ്ക്കും കോട്ടയം എരുമേലി പഞ്ചായത്തിലെ ആതിരയ്ക്കും വോട്ട് ചെയ്യാം. കുറ്റിക്കോൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ആയിരക്കണക്കിന് ഇരട്ട വോട്ടുകളും വ്യാജ ഐ ഡി കാർഡുകളും ഉണ്ടെന്ന് ആക്ഷേപമുണ്ട്. പക്ഷേ ഇത്തവണ നമ്മളിങ്ങനെ ഒരു ഇത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് നമ്മൾ 16-17 വാർഡിലുള്ള കുറ്റിക്കോൽ പഞ്ചായത്തിൽ ഭൂരിഭാഗം എല്ലാ വോട്ടുകളും നമ്മൾ എല്ലാ വോട്ടർ ലിസ്റ്റും നമ്മൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 50ഓളം ആൾക്കാരുടെ വോട്ടർ ലിസ്റ്റുകൾ ഇതുപോലെ ഇരട്ട വോട്ടുകൾ അതോടൊപ്പം ഒരു വോട്ടർ ലിസ്റ്റിൽ ഒരു ഐ ഡി നമ്പറിൽ ജില്ലയ്ക്ക് പുറമെയുള്ള ഒരു നമ്പറിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭൂരിഭാഗം വാർഡുകളിലും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വോട്ടർ ഐ ഡിയുടെ ഉടമസ്ഥർ CPIM അനുഭാവികളെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഇതിനിടെ ജില്ലാ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയ്ക്കും മകനും മധൂർ പഞ്ചായത്തിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും ഇരട്ട വോട്ടും 2 ഐ ഡി കാർഡുകളും കണ്ടെത്തിയതിലും വിമർശനമുയർന്നു കഴിഞ്ഞു. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. ഇന്ന് മുഴുവൻ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി 9 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ ഛത്തീസ്ഗഡിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം
വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറഞ്ഞ് ചക്രവാത ചുഴിയായി മാറാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് മഴയെ സ്വാധീനിക്കുന്നുവെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ഈ മാസം 19 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രി യാത്ര നിരോധിച്ചു. ഗ്യാപ് റോഡിലെ വാഹന പാർക്കിംഗും നിരോധിച്ചിട്ടുണ്ട്. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ കക്കി ആനത്തോട് അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ തുറന്നു. കക്കട്ടാറിലും പമ്പയാറിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശബരിമല നട തുറക്കുന്നതിനാൽ തീർത്ഥാടകരും ജാഗ്രത പാലിക്കണം. മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 24 തിരുവനന്തപുരം. എറണാകുളം ചെറായി ബീച്ചിൽ ആനയുടെ ജഡം കരക്കടിഞ്ഞു. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. വൈകുന്നേരം 4 മണിയോടെയാണ് ചെറായി ബീച്ചിൽ ആനയുടെ മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാർ ഉടൻ വനം വകുപ്പിന് വിവരമറിയിച്ചു. മലയാറ്റൂർ ഡിവിഷന് കീഴിൽ കുറച്ചു ദിവസങ്ങളായി ആനകൾ ഒഴുക്കിൽപ്പെട്ടിരുന്നു. പൂയംകുട്ടി പുഴയ്ക്ക് സമീപമുള്ള ആനയാണ് ഒഴുക്കിൽപ്പെട്ട് ചെറായിലെത്തിയതെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ദിവസങ്ങൾ പഴക്കമുള്ള ജഡം അഴുകിയ നിലയിലായിരുന്നു. വനം വകുപ്പിന്റെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. 24 കൊച്ചി. യാത്രക്കാരെ വലച്ച് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വൻ ഗതാഗത കുരുക്ക്. ചാലക്കുടിയിൽ 6 കിലോമീറ്ററാണ് ഇന്നലെ രാത്രി മുതൽ മണിക്കൂറുകളോളം അഴിയാക്കുരുക്കുണ്ടായത്. മൂന്നാറിലും എറണാകുളം ഗോശ്രീ പാലത്തിലും സമാനമായ ഗതാഗത കുരുക്കുണ്ടായി. എയർപോർട്ടിലേക്ക് പോകുന്ന ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളിനെ ഞങ്ങൾ ഇപ്പോൾ ബസ്സിൽ ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുകയാണ് ചെയ്തത്. കാരണം ഒരിക്കലും കിട്ടില്ല. ഇൻഡിഗോ ഫ്ലൈറ്റാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ കയറ്റി വിടുക ചെയ്തത്. ഈ KSRTCയിലാണ് വരുന്നത്. ഇന്നലെ രാത്രി 11 മുതലാണ് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ട്രാഫിക് കുരുക്ക് ഉണ്ടായത്. രാവിലെ പ്രതിസന്ധി രൂക്ഷമായി. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമേറിയവരും കുടുങ്ങി. സർവീസ് റോഡുകളിലെ അറ്റകുറ്റപ്പണി തീർക്കാത്തതും അടിപ്പാതകളുടെ നിർമ്മാണം തുടങ്ങിവെച്ചതുമാണ് അടിക്കടിയുണ്ടാകുന്ന ബ്ലോക്കുകൾക്ക് കാരണം. തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും വന്നവർക്ക് നരകയാത്രയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. എൻ്റെ ഓഫീസിൽ പോകുന്നതാണ്. വാഹനം അവിടെ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്. വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നടന്നു പോവാണ്. മുരിങ്ങൂർ മുതൽ പോട്ട വരെ വൻ ഗതാഗത കുരുക്കുണ്ടായി. പ്രശ്നം ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചെന്ന് പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ഈ NH66 ബന്ധപ്പെട്ട പ്രവൃത്തി നടക്കുന്നിടത്തൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. സർവീസ് റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇത് തുടർച്ചയായിട്ട് NH66 ശ്രദ്ധപ്പെടുത്തിയാണ്. ആ കരാർ കമ്പനി എടുക്കുന്ന സമീപനത്തോട് യോജിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അതും ശ്രദ്ധപ്പെടുത്തിയാണ്. 12 മണിക്കൂറോളം നീണ്ട തൃശൂരിലെ ഗതാഗത കുരുക്ക് ഉച്ചയോടെയാണ് അവസാനിച്ചത്. എറണാകുളം ഗോശ്രീ പാലത്തിനും ഗതാഗത കുരുക്കുണ്ടായി. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലും ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു. എറണാകുളം ഇടുക്കി ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിനെ CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. വിഭാഗീയത രൂക്ഷമായ ജില്ലയിൽ സമവായ ശ്രമത്തിന്റെ ഭാഗമായാണ് ചിറ്റയം ഗോപകുമാറിന് നറുക്കുവീണത്. പാർട്ടി നടപടി നേരിട്ട മുൻ ജില്ലാ സെക്രട്ടറി AP ജയൻ ജില്ലാ കൌൺസിലിൽ തിരിച്ചെത്തി. ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്നാണ് ജയനെ ജില്ലാ ഘടകത്തിലേക്ക് തിരിച്ചെടുത്തത്. കടുത്ത വിഭാഗീയതകൾക്കിടെയാണ് പത്തനംതിട്ടയിൽ CPI ജില്ലാ സമ്മേളനം നടന്നത്. ഏറ്റവും വലിയ വെല്ലുവിളി പത്തനംതിട്ടക്കാരനായ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക എന്നതായിരുന്നു. ഒടുവിൽ സമവായ നീക്കങ്ങളുടെ ഭാഗമായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് നറുക്കു വീണു. പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട ചിറ്റയം ഗോപകുമാർ ഈ ജില്ലയിലെ മുഴുവൻ സഖാക്കളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി ഈ നാടിന്റെ ഐക്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും രാജ്യത്ത് ഫാസിസം അവസാനിപ്പിക്കാനും മുഴുവൻ ജനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കും. ഈ സമ്മേളനത്തിൽ ഞെട്ടിക്കുന്ന തിരിച്ചുവരവ് നടത്തിയത് മുമ്പ് സംഘടനാ നടപടി നേരിട്ട ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തരം താഴ്ത്തപ്പെട്ട AP ജയനാണ്. ഒരു വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പുകൾ മറികടന്നാണ് സംസ്ഥാന നേതൃത്വം ജയനെ വീണ്ടും ജില്ലാ കൌൺസിലിൽ കൊണ്ടുവന്നത്. നേതൃത്വത്തിലേക്ക് തിരിച്ചെത്തിയതിൽ വികാരാധീനനായി AP ജയൻ. തിരിച്ചെത്തിയതിൽ നിറഞ്ഞ സന്തോഷം. വളരെ ആകസ്മികമായിട്ടാണ് സംഘടനാ രംഗത്ത് നിന്ന് ഞാൻ പുറകോട്ട് പോകാനൊരു സാഹചര്യം വന്നത്. അതിൽ ഞാൻ മാനസികമായിട്ട് വളരെ വിഷമം അനുഭവിച്ച ഒരാളാണ്. അപ്പം ഇപ്പോൾ എൻ്റെ പാർട്ടി അത് മനസ്സിലാക്കി, സഹാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്ന ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം രാജിവെക്കുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. സംസ്ഥാന കൌൺസിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. 24 പത്തനംതിട്ട.
വീണ്ടും വിദ്വേഷ പരാമർശങ്ങളുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയം ജില്ലയിൽ ഒരു MLA ഒഴികെ എല്ലാവരും കുരിശിന്റെ വഴിയെ പോകുന്നവരെന്നും മുസ്ലിം ലീഗ് വർഗീയ വിഷം തുപ്പുന്ന പാർട്ടിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സംഘപരിവാറിന്റെ നാവായി വെള്ളാപ്പള്ളി നടേശൻ മാറുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കോട്ടയം രാമപുരത്ത് നടന്ന മീനച്ചിൽ കടുതുരുത്തി ശാഖാ നേതൃസംഗമത്തിലാണ് വെള്ളാപ്പള്ളി വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ചത്. ലീഗിനെ വിമർശിച്ചായിരുന്നു തുടക്കം. അവിടെ പേര് കേട്ടാൽ തന്നെ മുസ്ലിം ലീഗ് എന്നാണ് അവരുടെ പേര്, മുസ്ലിം കൂട്ടായ്മ എന്നാണ്. അവരാണ് മതേതരത്തിന് നാഴിക്ക് 4 വട്ടം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം കബളിപ്പിച്ച് അവരുടെ താളത്തിൽ കൊണ്ടുവച്ചതിന് ശേഷം നമ്മളെല്ലാം വഞ്ചിച്ച ചരിത്രം. പിന്നാലെ ക്രൈസ്തവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നെന്ന പരാമർശം. കോട്ടയത്ത് ഒരു MLA മാത്രമാണ് ഈഴവനായുള്ളതെന്നും ബാക്കിയുള്ളവർ കുരിശിന്റെ വഴിയെ പോകുന്നവരാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയം ജില്ല അല്ലേ, ജനപ്രതിനിധികൾ നോക്കിയാൽ ഒരു ഈഴവൻ കാണും അല്ലേ, ബാക്കി ആരാണ്? ഇവിടെ എല്ലാം കുരിശിന്റെ വഴിയില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. സംഘപരിവാറിന്റെ പ്രത്യക്ഷത്തിലുള്ളൊരു അജണ്ട, അത് പരോക്ഷമായി കേരളത്തിന്റെ CPM-ന്റെ കൂടി അജണ്ടയാണ്. ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നു, അത്രയേ ഉള്ളൂ. 24 കോട്ടയം. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണ് ഗ്രാൻഡ് ലോഞ്ചിങ്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ 6 ടീമുകളിലെയും താരങ്ങളിലെയും ലീഗിന്റെ ഭാഗ്യചിഹ്നങ്ങളെയും അവതരിപ്പിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ആയിരുന്നു ചടങ്ങിലെ മുഖ്യ ആകർഷണം. കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് പൂരത്തിന് വർണ്ണാഭമായ കൊടിയേറ്റം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗ്യചിഹ്നങ്ങളുടെ പേരുകളുടെ പ്രഖ്യാപനമായിരുന്നു ആദ്യം. ബാറ്റേന്തിയ കൊമ്പൻ വീരുവെന്നും മലമുഴക്കി വേഴാമ്പൽ ചീരുവെന്നും അറിയപ്പെടും. പിന്നെ 6 ടീമുകളുടെയും പുതിയ സീസണിലെ പോരാളികൾ വേദിയിൽ. ഒടുവിൽ ആരാധകർ കാത്തിരുന്ന നിമിഷം. ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണും ടീമും നിലയ്ക്കാത്ത കയ്യടികളുടെ ആരവങ്ങൾക്കിടയിലൂടെ വേദിയിലേക്ക്. ഒന്നും നോക്കാതെ ബോൾ നോക്കുക, വലിച്ചങ്ങ് അടിക്കുക. 21-നാണ് KCL 2-ലെ മത്സരങ്ങൾക്ക് തുടക്കമാവുന്നത്. സെപ്റ്റംബർ 7-ന് കലാശപ്പോരും. സ്പോർട്സ് ഡെസ്ക് 24. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊക്കെ കയറിയപ്പോൾ താൻ അഹങ്കാരിയായെന്ന് ചിലരൊക്കെ പറഞ്ഞെന്ന് സഞ്ജു സാംസൺ. പക്ഷേ ആ അഹങ്കാരമാണ് തന്നെ ഇന്ത്യൻ ടീമിൽ എത്തിച്ചതെന്ന് സഞ്ജു. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ ലോഞ്ചിങ് ചടങ്ങിലായിരുന്നു സഞ്ജുവിന്റെ രസകരമായ പ്രസ്താവന. നമ്മൾ ഒരു ക്രിക്കറ്ററായിട്ട് ഇന്ത്യൻ ടീമിലും കേരള ടീമിലും IPL ടീമിലും കളിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു തൻ്റെടമാണ്, ഒരു കോൺഫിഡൻസ് ആണ്. അത് നാട്ടുകാർ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ പലതും പറയും, കുറച്ച് അഹങ്കാരമായിപ്പോയി സഞ്ജു, പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ കുറച്ച് അഹങ്കാരമായിപ്പോയി എന്നൊക്കെ പലരും പറയും. പക്ഷേ ആ അഹങ്കാരം നിങ്ങൾ ഒരു ദിവസം നിങ്ങളെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു ദിവസം എത്തിക്കും. അതിനൊരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് ഇല്ലാതെ ഗ്രൗണ്ടിൽ ഇറക്കാൻ പാടില്ല. നമ്മൾ കോൺഫിഡൻസ് എറഗൻസ് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഗ്രൗണ്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഹമ്പിളായിരിക്കണം. അത്രേ എനിക്ക് പറയാവുള്ളൂ. ICC വനിതാ ലോകകപ്പ് മത്സരങ്ങൾ തിരുവനന്തപുരത്തിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ്. ICC അധ്യക്ഷൻ ജയ്ഷാ പോസിറ്റീവ് മറുപടി നൽകി. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും ജയേഷ് ജോർജ് 24-നോട് പറഞ്ഞു. 24 പ്രൈം ടൈം. വനിതാ ലോകകപ്പിലെ മത്സരങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളത് എന്തായി? അതിൻ്റെ കാര്യങ്ങൾ അപ്രൂവൽ ഇതുവരെ ICC-യിൽ നിന്നോ BCCL നിന്നോ ഒഫീഷ്യലി വന്നിട്ടില്ല. എന്താണ് KCAക്ക് കിട്ടുന്ന വിവരം? ICC ചെയർമാൻ അദ്ദേഹം വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ മുംബൈയിൽ പോയി അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. BCCI സെക്രട്ടറിനെയും ട്രഷററും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പം പോസിറ്റീവായിട്ടാണ് കണ്ടിരിക്കുന്നത്. മാക്സിമം ഇവിടെ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളും. ഇനിയിപ്പോൾ 45 ദിവസമേ ഉള്ളല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത വരും ആഴ്ചകളിൽ ICC തന്നെയാണത് എനിക്ക് തോന്നുന്നു അനൗൺസ് ചെയ്യേണ്ടത്. അതിനകത്ത് BCCIക്കോ KCAക്കോ റോളില്ല. പക്ഷേ നമ്മൾ ഗ്രൗണ്ടും സ്റ്റേഡിയവും സന്നദ്ധമാണ്. നമ്മുടെ ടീമും നല്ല
മാച്ച് നടത്തി എക്സ്പീരിയൻസ് ഉള്ള ടീമുകളാണ്. നമ്മൾ കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് ക്വാളിഫയിങ് മെൻ നമ്മളിവിടെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേഡിയം സംബന്ധിച്ചും വേറെ ഒരു കാര്യത്തിലും തടസ്സങ്ങളില്ല. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ആവർത്തിച്ച് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. മെസ്സിയും ടീമും നവംബറിൽ കേരളത്തിലെത്തുമെന്നാണ് സർക്കാരിനെ അറിയിച്ചത്. സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. അർജന്റീനൻ ടീം വരില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ വരും. അവർ ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ കേരളത്തിൽ വരുമെന്ന് പറഞ്ഞല്ലേ. അത് അവർ വരും. നമ്മൾ ആഗ്രഹിക്കുന്ന നവംബറാണ്. ഈ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ തടസ്സം ഉണ്ടാവും. അപ്പോൾ നവംബറിൽ വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നമ്മളെ അറിയിച്ചുള്ളത്, ഗവൺമെൻറ്റിനെ അറിയിച്ചുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി ഒരുക്കണമെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയെ ചേർത്ത് നിർത്തുമെന്ന അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ അധ്യക്ഷ ശ്വേതാ മേനോൻ 24-നോട് സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ തിരികെ കൊണ്ടുവരും. തനിക്കെതിരായ കേസിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലായിരുന്നു പുതിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അമ്മ അധ്യക്ഷ ശ്വേതാ മേനോൻ മനസ്സു തുറന്നത്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയെ ചേർത്തു നിർത്തും. സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും. എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ഒരേ കരിയർ, ഒരേ ഫീൽഡിലാണ്, കലീഗ്സ് ആണ്, ഫ്രണ്ട്സ് ആണ്. ദേ ആർ മോസ്റ്റ് വെൽക്കം. ഇൻ കേസ് അവർക്ക് ഞാൻ അവിടെ പേഴ്സണലി അവരെ പോയിട്ട് വിളിക്കണമെങ്കിൽ ഐ വിൽ പേഴ്സണലി ഗോ. തന്റെ വിജയം വലിയ പോരാട്ടത്തിനൊടുവിലാണ്. തിരഞ്ഞെടുപ്പ് സമയത്തുയർന്ന പരാതി വലിയ മാനസിക സംഘർഷമുണ്ടാക്കി. കേസ് വിട്ടുകളയാൻ ഉദ്ദേശമില്ലെന്നും ശ്വേതാ മേനോൻ. ഇതൊക്കെ ഞാൻ നിസ്സാരമായിട്ട് കരുതുന്നില്ല. ഇത് ഞാൻ ശക്തമായിട്ട് ലീഗൽ വേ തന്നെ പോവും. ഇത് എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ 24-നും നന്ദി പറയാണ്, എല്ലാ ന്യൂസ് ചാനൽസിനും നന്ദി പറയാണ്. സംഘടനയ്ക്കുള്ളിൽ വിഷയം ചർച്ചയാക്കാനാണ് തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിനിമാ കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളും സജീവമാക്കി നിർത്തുന്നതായിരിക്കും അമ്മയുടെ ആദ്യ യോഗങ്ങൾ. 24 കൊച്ചി. തിരുവനന്തപുരം പനവൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക ക്രമക്കേട്. മിഷൻ ഡയറക്ടറുടെ ഉത്തരവിന് വിരുദ്ധമായി അംഗീകാരം ലഭിക്കാതെ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തു. മാർക്കറ്റ് വിലയേക്കാൾ കൂടിയ നിരക്കിൽ സിമന്റ് വാങ്ങി. സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേടുകൾ പുറത്തുവന്നത്. നെടുമങ്ങാട് ബ്ലോക്കിൽ ഉൾപ്പെട്ട പനവൂർ പഞ്ചായത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. നിർമ്മാണ പ്രവർത്തികൾക്ക് ചാക്കൊന്നിന് 442 രൂപയ്ക്ക് ലഭിച്ച സിമന്റ് മറ്റൊരു വർക്കിന് 576 രൂപയ്ക്കാണ് ലഭിച്ചത്. കോവിഡ് കാലത്തൊഴികെ സിമന്റ് വില 400 രൂപ കടന്നിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. ബില്ലുകളിൽ പലതിലും ഏത് ബ്രാൻഡെന്നോ എത്ര ചാക്കുകൾ ഉപയോഗിച്ചെന്നോ രേഖപ്പെടുത്തിയിട്ടില്ല. മെറ്റീരിയൽ തുക നൽകേണ്ട ആളിന് പകരം മറ്റൊരാൾക്ക് നൽകി. സ്കിൽഡ്, അൺസ്കിൽഡ് ജോലികൾ ഒരേ ദിവസം ഒരാൾ തന്നെ ചെയ്തുവെന്നും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. ഒരു ഗുണഭോക്താവിന് നൽകേണ്ട തുക മറ്റൊരാൾക്ക് നൽകുകയും പിന്നീട് തിരികെ വാങ്ങി ക്രമീകരിച്ചുവെന്നുമാണ് കണ്ടെത്തൽ. ഇതിനു പുറമെ GSTയിലും വ്യാപക തട്ടിപ്പ് നടന്നു. GST ചട്ടപ്രകാരം കോമ്പസിറ്റ് ടാക്സബിൾ പേഴ്സണായ വെണ്ടർ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾക്ക് GST ഈടാക്കാൻ പാടില്ല. എന്നാൽ സാധന സാമഗ്രികൾക്ക് വൻതുക GST ആയി നൽകി സർക്കാരിന് നഷ്ടം വരുത്തി. ക്രമക്കേടിൽ യഥാർത്ഥ നഷ്ടം എത്രയെന്ന് തിട്ടപ്പെടുത്തി നൽകാൻ തിരുവനന്തപുരം JPCയെയും നെടുമങ്ങാട് BPOയെയും തൊഴിലുറപ്പ് ഓംബുഡ്സ്മാൻ ചുമതലപ്പെടുത്തി. അതേസമയം പഞ്ചായത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. 24 തിരുവനന്തപുരം. ബംഗളൂരു ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിൽ പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ 12-കാരന് പരിക്ക്. സഫാരി ജീപ്പ് പിന്തുടർന്ന് പുലി കുട്ടിയുടെ കയ്യിൽ ആക്രമിക്കുകയായിരുന്നു. സഫാരി വാഹനങ്ങളിൽ മതിയായ സുരക്ഷ ഉറപ്പാക്കാൻ വനമന്ത്രി ഈശ്വര ഖാൻദ്രെ നിർദ്ദേശം നൽകി. ബൊമ്മസാന്ദ്ര സ്വദേശിയായ 12-കാരൻ സുഹാസിനെയാണ് പുള്ളിപ്പുലി ആക്രമിച്ചത്. വീട്ടുകാർക്കൊപ്പം സഫാരി ജീപ്പിൽ പാർക്ക് ചുറ്റിക്കാണുകയായിരുന്നു സുഹാസ്. പുള്ളിപ്പുലിയെ കണ്ടതോടെ ജീപ്പ് നിർത്തി. ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ പുലി ജീപ്പിലേക്ക് പാഞ്ഞെടുത്തു. ജനാല വിടവുകൾക്കിടയിലൂടെ സുഹാസിന്റെ കയ്യിൽ നഖം കൊണ്ട് ആക്രമിച്ചു. ജീപ്പ് വേഗം മുന്നോട്ടെടുത്തപ്പോൾ പുലി പിന്നാലെ പായുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കുട്ടിയുടെ കയ്യിൽ ചെറിയ മുറിവേറ്റിട്ടുണ്ട്. ചികിത്സ തേടിയ ശേഷം സുഹാസ് വീട്ടിലേക്ക് മടങ്ങി. സഫാരി വാഹനങ്ങളിൽ മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്നും സഫാരി ടിക്കറ്റുകളിൽ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടുത്തണമെന്നും വനം പരിസ്ഥിതി മന്ത്രി ഈശ്വര ഖാൻദ്രെ നിർദ്ദേശിച്ചു. 24
ചെന്നൈ. 24 റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.